ഹായ്, നമുക്ക് ഇതുപോലെ നല്ലൊരു കിച്ചൺ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണിൽ നമുക്കൊരു എന്തുകൊണ്ടൊരു കോഫി മെഷീൻ്റെ ആവശ്യമുണ്ട്. കാര്യം ഇതുപോലെയൊക്കെ ചുമ്മാ ഇതുപോലെയൊക്കെ വന്നിരുന്നിട്ട് റിലാക്സ് ഒക്കെ ചെയ്ത് വന്നിരുന്നിട്ട് നമുക്കൊരു രാവിലെയൊക്കെ അല്ലെങ്കിൽ നല്ല ക്ഷീണമുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഫി കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അത് നമുക്ക് പുറത്തുള്ള കടകളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു കോഫി ആണെങ്കിൽ അതിന് പറ്റിയൊരു കോഫി മെഷീൻ ഉണ്ട്. ആ കോഫി മെഷീൻ്റെ ഒരു ഡെമോയാണ്. അത് എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡെമോ. നമുക്ക് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ വേൾപൂളിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കോഫി മെഷീനാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ പവർ സ്വിച്ച്, ഈ സ്വിച്ച് ഓൺ ആക്കണം. ഈ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം നമ്മളിത് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്താണ് നമ്മൾ കോഫി ബീൻ ഇടേണ്ടത്. കോഫി ബീൻ അത് റോസ്റ്റഡ് കോഫി ബീൻ ആയിരിക്കണം ഇതിനകത്ത് ഇടേണ്ടത്. ഇതിൻ്റെ മേളിൽ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഈ കോഫി ബീനിനെ നമുക്ക് നമ്മുടെ കോഫിയിൽ തരി കൂടിയത് വേണോ അല്ലെങ്കിൽ കുറഞ്ഞത് വേണോ എന്നുള്ളതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോബാണിത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇപ്പുറത്തൊരു ചെറിയൊരു ചേമ്പർ കൂടി ഉണ്ട്. ഈ ഒരു ചേമ്പറിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കോഫി ബീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി മെഷീനിൽ ഇടുന്ന ടൈപ്പ് പൗഡർ നമുക്ക് അവൈലബിൾ ആണ്. അത് കുറച്ച് തരി കൂടിയതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്കൂപ്പാണ് നമുക്ക് ഇടേണ്ടത്. ഈ ഒരു സ്കൂപ്പിൽ 2-3 സ്കൂപ്പൊന്നും ഒരിക്കലും ഇടരുത്. ഈ ഒറ്റ സ്കൂപ്പ് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം വടിച്ചതിന് ശേഷം ഈ ഒരു ചേമ്പറിലേക്ക് ഇടുക, ക്ലോസ് ചെയ്യുക. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്നത് 2 സൈഡിലും പിടിച്ച് പതുക്കെ പുറകോട്ട് വലിക്കുക. പുറകോട്ട് വലിക്കുന്ന പറഞ്ഞാൽ ഇതൊരു വെള്ളം ഫില്ല് ചെയ്യാനുള്ള കണ്ടെയ്നറാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആറോ വാട്ടർ വേണം ഫില്ല് ചെയ്യാനായിട്ട്, നമുക്ക് കുടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഇതിനെ വെള്ളം ഫില്ല് ചെയ്യുക. ഇതിനെ വെള്ളം നന്നായിട്ട് ഫില്ല് ചെയ്യുക. വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏകദേശം ടോപ്പ് വരെ ഫില്ല് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഫില്ല് ചെയ്യുക. നേരെ എടുക്കുക. ഇത് എങ്ങനെയാണ് എടുത്തത് അതേപോലെ തന്നെ തിരിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ താഴെ ഭാഗം, അതായത് ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ കോഫി, ഈ 2 സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ കോഫി വരുന്നത്. ഈ 2 സൈഡിൽ കൂടി ഈ കോഫി വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് വെക്കുന്ന കപ്പിനനുസരിച്ചിട്ട് നമുക്ക് താത്തുകയും പൊക്കുകയും ചെയ്യാൻ പറ്റും. അതിനുശേഷം പിന്നെ ഇതിനെ ഒന്ന് പിടിച്ച് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടെയ്നറാണ്. ഇതിനകത്ത് നമുക്ക് കോഫി മേളിൽ നിന്ന് ക്രഷർ ചെയ്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് എല്ലാം വരുന്നത് ഈ ഒരു കണ്ടെയ്നറിലാണ്. ഈ ഡോറ് പുറത്തേക്ക് വലിക്കുമ്പോൾ ഇത് കോഫി മെഷീൻ ഓണാണ്. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഡോർ ഓപ്പൺ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകും, ഡിസ്പ്ലേ പോകും. അതാണ്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഈ ഒരു റെഡ് കളർ കാണുന്നതിൽ പിടിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് ഊരിയെടുക്കുക. ഇങ്ങനെ നേരെ ലിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കാട്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം കോഫി ക്രഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും ക്ലീൻ ദ കാട്രിഡ്ജ് എന്ന് മെഷീനിൽ എഴുതി വരികയോ മറ്റുണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴരുത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇതിൻ്റെ ക്രഷറെല്ലാം ചെയ്യുന്ന മെയിൻ പാർട്ട് ഇതാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇതിൽ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് പ്രസ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം സാധാരണ നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ പ്രസ് ചെയ്ത് കയറ്റി വെക്കുക. കണ്ട, ഇതിങ്ങനെ തിരിച്ച് അതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ ശരിക്കും നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരിക. കറക്റ്റായിട്ട് അവിടെ ലോക്കായിട്ടിരുന്നു. ഇനി എടുക്കണമെങ്കിലും അതിൽ തന്നെ പിടിച്ച് പുറത്തേക്ക് വലിച്ചാൽ മതി. പിന്നെ ഈ ഒരു 2 ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ വേസ്റ്റ് നമുക്ക് ഇതിനകത്താണ് വന്ന് വീഴുന്നത്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഇത് കണ്ട, ഇത്രയും ഭാഗം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഇത്രയും ഭാഗം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിനകത്ത് വരുന്ന വേസ്റ്റേജ് വെള്ളങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്താണ് കളക്ട് ആകുന്നത്. അതും നമ്മുടെ മെഷീനെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ അറിയിക്കും ഡിസ്പ്ലേയിൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ക്രഷർ ചെയ്താണ് അതിൻ്റെ വേസ്റ്റേജ് പൊടിയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് വരും. ഇത് നമ്മൾ ജസ്റ്റ് ഒരു വേസ്റ്റ് ഇതിനകത്തേക്ക് മാറ്റുക. തിരിച്ച് നമ്മൾ ഇതിനകത്തുള്ള വെള്ളം സിങ്കിൽ കണ്ട, കോഫിയുടെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇത് നേരെ ഇതിനകത്തേക്ക് കളയുക. തിരിച്ച് നമ്മൾ ഈ ട്രേ അതുപോലെ തന്നെ വെക്കുക. ഈ ഡോർ പതുക്കെ തുറക്കുക. എന്നിട്ട് നേരെ അതേപോലെ പതുക്കെ അങ്ങ് തള്ളി അതിൻ്റെ അകത്തേക്ക് വെക്കുക. ഇത് കറക്റ്റായി. ഇനി നമുക്ക് ഈ ഡോർ അടക്കാം. ഇപ്പം നമ്മുടെ കോഫി മെഷീൻ വർക്കിംഗ് ആകാനായിട്ട് റെഡിയാണ്. നമ്മളിനി കപ്പ് വെച്ചിട്ട് നമുക്കതിനകത്ത് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് ആദ്യമേ തന്നെ നമുക്കൊരു
ഈ ഒരു സ്പൗട്ട് കണ്ടില്ലേ, ഈ ഒരു സ്പൗട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു നോസിൽ പോലെ ഒരു ഭാഗം നിൽക്കുന്നുണ്ട്. ഈ ഒരു നോസിൽ കാണുന്നത് ഇതിനകത്തേക്ക് നമ്മളിത് തള്ളി വെക്കണം, ഇങ്ങനെ തള്ളി വെക്കണം. ഈ തള്ളി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മീഡിയം ലെവലിൽ ഒരു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്ന ഒരു സ്റ്റീമിൻ്റെ പടമുണ്ട്, അതിലൊന്ന് നിൽക്കുക. അതിന് മുന്നായിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ഓൺ ആക്കണം. ഇതിൻ്റെ താഴെയായിട്ടൊരു സ്വിച്ച് ഉണ്ട്, ഇതൊരു റീസെറ്റ് സ്വിച്ചാണ്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോഫി മെഷീൻ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കും, അതൊന്നും വറിയാകേണ്ട ആവശ്യമില്ല. ഹീറ്റിംഗ് അപ്പ്, പ്ലീസ് വെയിറ്റ്, റിൻസിങ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കും. അതിനുശേഷം ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വേസ്റ്റേജ് എല്ലാം നമുക്ക് ഇതിനകത്തേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഗ്ലാസ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നേരെ ഡയറക്റ്റ് ഈ ട്രെയിലോട്ട് പൊക്കോളും, അവിടെ നിന്ന് നമ്മളതെടുത്ത് വെളിയിൽ കളഞ്ഞാൽ മതിയാവും. ഈ ഒരു സംഭവം ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രോഗ്രാം എല്ലാം കഴിയും. അതിനുശേഷം നമുക്കൊരു കോഫി ഇട്ട് കുടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 സിമ്പിൾ ഉണ്ട്. അതായത് സിംഗിൾ, ചെറിയ കപ്പ്, വലിയ കപ്പ് എന്നൊക്കെ പറഞ്ഞേക്കൊരു സിമ്പിൾ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഒന്ന് നിൽക്കുന്നു, അപ്പോൾ അവിടെ ക്രഷർ ചെയ്യുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് മീഡിയം കപ്പ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാം. മീഡിയം കപ്പ് കാണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നോക്കിക്കോ, കോഫിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്രഷറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളവുമായിട്ട് മിക്സ് ആയിട്ട് കണ്ടില്ലേ, നമുക്ക് കോഫിയായി, നോർമൽ ഒരു കോഫി. അതായത് ഈ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് ഉന്മേഷവും എനർജിയും ഉണ്ടാവും. കാര്യം ഇതൊരു തിക്ക് കോഫിയാണ്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ഒരു പൗഡർ ഇട്ടുണ്ടാക്കുന്നതല്ല, ഇതൊരു മീഡിയം കപ്പ് കോഫിയാണ്. അതിൻ്റെ കോഫിയുടെ കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റി വരുന്നത്. ഈ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ കുടിച്ചാൽ മതി, പഞ്ചസാരയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടാതെ. ഇങ്ങനെയാണ് നമ്മൾ കോഫി കുടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോഗ്രാം നമുക്കവിടെ കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല അടിപൊളി കോഫി. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു സിംഗിൾ കപ്പും ഒരു ഡബിൾ കപ്പും. അതായത് നമുക്ക് കപ്പിൻ്റെ ക്വാണ്ടിറ്റി 2 കപ്പിൽ വേണമെങ്കിൽ 2 കപ്പും വെച്ചിട്ട് നമുക്ക് എടുക്കാം. സിംഗിൾ കപ്പാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവായിട്ടായിരിക്കും വരിക. അതല്ല 2 കപ്പ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് നമ്മൾ ഈ ഒരു സൈഡിലും വെച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കപ്പ് ഉണ്ടെങ്കിൽ അതിന് സൈസുള്ള കപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 കപ്പിൽ വെച്ച് 2 കപ്പിലേക്ക് നമുക്കത് ഒരേ സൈസിൽ അളവിൽ വരുത്താൻ പറ്റും. അതിനാണ് 2 കപ്പ് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ താഴെ ഇതുണ്ടാവും, ഒരു കപ്പിൻ്റെ പടം കാണിക്കുന്നുണ്ട്. വലിയ കപ്പ്, ലാർജ് കപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കപ്പിൻ്റെ സൈസുകൾ കൂട്ടാനായിട്ട് സ്മോൾ, മീഡിയം, ലാർജ്, ബിഗ് അങ്ങനെയുള്ള കപ്പിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുന്നത്. തൊട്ടുമേലുള്ള ഗ്രൗണ്ട് നട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൊട്ടുമേലുള്ള ബട്ടൺ. ഇനി അതിൻ്റെ മേലുള്ള മെനു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് മെനു ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓരോ റിൻസിങ്, അതായത് കുറച്ച് ഇതിപ്പോൾ എല്ലാം ഒന്ന് സെൽഫായിട്ട് ക്ലീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിൻസിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ അഡ്ജസ്റ്റ് ടൈം, നമുക്ക് കിച്ചൺ ടൈം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഓക്കെ കൊടുത്തിട്ട് മേളിലേക്കും താഴത്തേക്കുള്ള ആരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടൈം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് മാത്രം ഒന്നും ചെയ്യേണ്ട, നിലവിലുള്ള ലാംഗ്വേജ് തന്നെ മതി. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്ത് വരുന്ന ഓട്ടോ സ്റ്റാർട്ട് ഡിസേബിൾഡ്, അത് നമ്മൾ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ചെയ്യുന്നത് അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മാനുവലി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഡീസ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൺസ് എ മന്ത് നമ്മൾ ഒരു പ്രാവശ്യം ഈ ഡീസ്കെയിലിംഗ് ചെയ്യണം. കാര്യം ഇന്റേണൽ ആയിട്ടുള്ള ഇതിൻ്റെ ചേമ്പറുകളെല്ലാം സെൽഫായിട്ട് ക്ലീനിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡീസ്കെയിലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓക്കെ ബട്ടൺ കൊടുത്താൽ മതിയാവും. ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പെൻസറി, ഈ ചേമ്പറിനകത്ത് വെള്ളം ആഡ് ചെയ്തിട്ട് ഡീസ്കെയിലിംഗ് ബട്ടൺ ഓക്കെ കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ കോഫിയുടെ ടെമ്പറേച്ചർ അതിനകത്ത് സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതായത് ഇതിന്മേൽ നെക്കിക്കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ആണോ, ടെമ്പറേച്ചർ ഹൈ ആണോ, ലോ ആണോ, മീഡിയം ആണോ, അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതുകൂടാതെ ഓട്ടോ ഓഫ്, ഇത്ര ഓപ്ഷനാണ് മെനുവിനകത്തുള്ളൂ. മെനുവിനകത്ത് വേറെ പ്രത്യേകിച്ച് ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് മേളിലേക്കും താഴത്തേക്കുള്ള ആരോ മാർക്ക് നമുക്ക് എല്ലാ ഓപ്ഷൻസും മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഏത് പ്രോഗ്രാം എടുത്താലും അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓക്കെ ബട്ടൺ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സ്പൗട്ടാണ്, അതായത് നമുക്ക് ചൂടുവെള്ളം വരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പൗട്ടാണ്. ഈ സ്പൗട്ടും അതുപോലെ തന്നെ ഈ സ്പൗട്ട് ഇടുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ജാറ്, അതായത് കപ്പുച്ചിനോ കോഫി വെക്കുന്നതിനുള്ള മിൽക്ക് കണ്ടെയ്നർ വെക്കുന്നത് ഇതേ സ്പൗട്ടിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. ഇത് നമ്മൾ തള്ളി പ്രസ് ചെയ്ത് കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് വരെ ഇത് പ്രസ് ചെയ്ത് കയറ്റുക, അല്ലാതെ ചെറിയൊരു പ്രഷറിൽ നിർത്തിയിട്ട് പോരരുത്, മെഷീൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ
ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. അതാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അത് കയറി എന്നുള്ളതിനൊരു തെളിവാണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു കപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബ്ലാക്ക് ടീ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു ബട്ടൺ തന്നെ സ്റ്റീം വാട്ടറാണ്. ഇത് ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഹോട്ട് വാട്ടർ ഓക്കെ എന്ന് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓക്കെ ബട്ടൺ കൊടുക്കണം. ഇത് ഞെക്കിയിട്ട് ഹോട്ട് വാട്ടർ പ്രസ് ഓക്കെ പറയുമ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് സ്റ്റീം വാട്ടർ കിട്ടും. സ്റ്റീം വാട്ടർ നല്ല തിളച്ച വെള്ളം കിട്ടും. ഈ തിളച്ച വെള്ളത്തിനകത്തേക്ക് നമുക്ക് ചായപ്പൊടിയോ അല്ലെങ്കിൽ നോർമൽ കോഫി പൗഡറോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലൊരു കോഫി എന്ന് പറഞ്ഞാൽ കപ്പുച്ചിനോ കോഫി, അങ്ങനെയുള്ള എസ്പ്രസോ, അങ്ങനത്തെ കുറേ കോഫികളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കോഫികൾ കിട്ടാനായിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത്. അതിനുള്ളൊരു ബട്ടറാണിത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് കണ്ട ഇവിടെ ഫില്ല് ടാങ്ക് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഫില്ല് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വെച്ച വെള്ളം ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെ ഈ മെഷീൻ ഗൈഡ് ചെയ്ത് തരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് നേരെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടാങ്ക് ഒന്ന് രണ്ടാമത് റീഫിൽ ചെയ്യാം. ഇനി കുടിക്കുന്ന വെള്ളം ആണ് ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. പൈപ്പിനകത്ത് നിന്ന് ഡയറക്റ്റ് ചെയ്ത് വെള്ളം എടുക്കരുത്. ഇത് RO വാട്ടറാണ് ഈ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്പൗട്ട് ഇവിടെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് മിൽക്ക് ജാറിന് വളരെ പ്രത്യേകതകളുണ്ട്. അതായത് ഈ ഒരു മിൽക്ക് ജാർ ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലീനിൻ്റെ ബട്ടൺ ഉണ്ടാവും. താഴെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ച് നിൽക്കരുത്, ഈ ഹാൻഡിലെ പിടിക്കുക, റൈറ്റിലേക്ക് തിരിക്കുക, നേരെ പൊക്കുക. നമ്മൾ പാൽ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. പാലെന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ മിൽമ കടയിൽ കിട്ടുന്ന പാലൊന്നും മേടിച്ച് വെക്കരുത്. അതായത് പാസ്ചറൈസ്ഡ് മിൽക്ക്, ആ മിൽക്കാണ് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ ഒറ്റ ജാറിൽ തന്നെയാണ് നമുക്ക് കാഫേറ്റ്ലേറ്റും കാപ്പുച്ചിനോയും വരുന്നത്. അത് ചേഞ്ച് ചെയ്യുന്ന ബട്ടണാണ് ഈ കാണുന്നത്. ഈ ഒരു ബട്ടൺ നമുക്ക് മുമ്പോട്ടും പുറകോട്ടും നീക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും വരുന്ന രീതിയിൽ നമുക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇത്ര ഉള്ളതിൻ്റെ പരിപാടി. ഈ പൊസിഷൻ മാറ്റുന്നതനുസരിച്ചിട്ട് ഈ രണ്ട് കോഫിയും മാറി വരും. ഇപ്പം നമുക്ക് കാപ്പിച്ചിനോ ഇട്ടേക്കുന്നത്. നമുക്ക് കാപ്പിച്ചിനോ ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ആ സൗണ്ട് കേട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് വെക്കുവാണ്. ഇപ്പം നമ്മൾ ഈ ഒരു കപ്പ് വെക്കുന്നു. അത് കുറച്ച് വലുതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് ചെറുതായിട്ടുള്ളൊരു കപ്പ് വെക്കാം. ഈ ഒരു കപ്പ് വെക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു സ്പൗട്ട് നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കേട്ടില്ല, ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിനെ പതുക്കെ നമുക്ക് സ്പൗട്ടിനെ താഴത്തേക്ക് എടുക്കുക. താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് നമുക്ക് വരും. നമ്മൾ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, ഇവിടെ പ്രസ് ചെയ്യുക. ഇപ്പോൾ കപ്പിച്ചിനോ ഒന്ന് മേളിൽ എഴുതി വരുന്നുണ്ട്. നമുക്കത് കപ്പിച്ചിനോ വരുന്നത് കാണാം. അതായത് മിൽക്ക് സ്റ്റീമിൽ പതച്ച് വരുന്നതാണ്. നല്ല അടിപൊളി കോഫിയാണ് കേട്ടോ. നല്ല പതഞ്ഞ് വന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ കോഫി ആഡ് ചെയ്യുന്നത്. ഇപ്പം മീഡിയം കപ്പാണ്, ആ ഒരു ലെവലിലാണ് ഇത് പൊങ്ങി വരുന്നത്. ഇനി അതിനകത്തേക്ക് മെഷീനിൽ തന്നെ കോഫി ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗക്രമം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പഞ്ചസാരയോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കുടിക്കാം. ആ ഫോമായിട്ട് വരുന്നതിനാണ് നമ്മൾ കപ്പിച്ചിനോ എന്ന് പറയുന്നത്. ആ ഫോമായിട്ട് ആ ഒരു നല്ല ടേസ്റ്റ് ഉള്ളൊരു കോഫിയാണത്. ഇപ്പോൾ മേളിൽ കാണിക്കുക അത് കഴിഞ്ഞു എന്നുള്ളത്. പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പ്രോഗ്രാം തീരുന്നതാണ് ആ കാണിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്കൊരു ഗ്ലാസ് കറക്റ്റ് നല്ല കോഫി ഉണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ കോഫി. കണ്ടില്ലേ, കോഫി എന്ന് പറയുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ. പിന്നെ അതുകൂടാതെ നമ്മളുടെ ഇവിടെ പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡെമോ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ക്ലീൻ ബട്ടൺ നെക്കാൻ വേണ്ടി പറയുന്നത്. അതായത് ഇത് സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പാല് കയറി പോകുന്ന ട്യൂബുകളും കംപ്ലീറ്റ് അല്ല, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെ ഒരു ക്ലീനിൻ്റെ ബട്ടൺ ഉണ്ട്. ഈ ഒരു ജാറിനകത്ത് ഇവിടെ ഒരു ക്ലീനിൻ്റെ ബട്ടൺ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നെക്കി പിടിക്കുക. നെക്കി പിടിച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കംപ്ലീറ്റ്
സ്റ്റീം വന്നിട്ട് അതിനകത്തുള്ള ഇന്റേണലായിട്ടുള്ള പാല് കാര്യങ്ങളെല്ലാം വൃത്തിയാകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.